വിജയിക്കുന്നവരെ പുകഴ്ത്തുകയും പരാജിതരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നവർക്ക് ഇന്നത്തെ എൻ്റെ ഈ പ്രസംഗം ഉപകാരപ്പെടട്ടെ. വിജയിച്ചവർക്കായാലും പരാജയപ്പെട്ടവർക്കായാലും ആദ്യം ജീവിതത്തിൽ 4 ഇടത്തു നിന്ന് അനുഗ്രഹം ലഭിക്കണം. 1 ദൈവത്തിന്റെ അനുഗ്രഹമാണ്. 2 മാതാവിന്റെ അനുഗ്രഹമാണ്. മാതാവിന്റെ അനുഗ്രഹമില്ലാതെ ഈ ലോകത്ത് ഒരു വ്യക്തിയും ജയിച്ച ചരിത്രമില്ല. 3 പിതാവിന്റെ അനുഗ്രഹമാണ്. 4 ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഈ 4 ഇടങ്ങളിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിക്ക് ജയവും പരാജയവും ഒരു വിഷയമേ അല്ല. ഈ ലോകത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത 2 പ്രൊഫഷനുകളാണുള്ളത്. 1 കലാകാരന്മാരും 1 എഞ്ചിനീയർമാരുമാണ്. ഷേക്സ്പിയർ ഹാംലെറ്റ് എഴുതിയില്ലായിരുന്നുവെങ്കിൽ വേറെ ഒരു വ്യക്തി അത് എഴുതുകയില്ലായിരുന്നു. കവി കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയില്ലായിരുന്നുവെങ്കിൽ വേറെ ഒരു വ്യക്തി അത് എഴുതുകയില്ലായിരുന്നു. ലിയോണാർഡോ ഡാ വിഞ്ചി മൊണാലിസയെ വരച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ ഒരു വ്യക്തി അത് വരയ്ക്കുകയില്ലായിരുന്നു. ഇംഹോട്ടപ്പ് പിറമിഡിനെ പണിതില്ലായിരുന്നുവെങ്കിൽ വേറെ ഒരു വ്യക്തി പിറമിഡിനെ പണിയുകയില്ലായിരുന്നു. ഉസ്താദ് അഹമ്മദ് ലഹോരിയും ഉസ്താദ് ഈസ ഷിറാസിയും താജ്മഹലിനെ പണിതില്ലായിരുന്നുവെങ്കിൽ വേറെ ഒരു ശില്പിയും താജ്മഹലിനെ പണിയുകയില്ലായിരുന്നു. എല്ലാ കുട്ടികൾക്കും എന്താകണം എന്നുള്ള ലക്ഷ്യബോധം വേണം. അതിനുവേണ്ടി അവർ സ്വപ്നം കാണണം. മാതാപിതാക്കൾ ഒരിക്കലും കുട്ടികളോട് നീ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, കളക്ടർ ആകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. കാരണം ഇതിലൂടെ നാം അവരുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നാം ചിന്തിക്കണം, ഈ ലോകത്ത് എല്ലാവർക്കും കളക്ടറും എഞ്ചിനീയറും ഡോക്ടറും മാത്രം ആയാൽ മതിയോ? പഠിച്ചവർക്ക് മാത്രമേ പണക്കാരനും പ്രശസ്തനും ആകാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ചില വ്യക്തികളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. 1 തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം വെറും 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളുവെങ്കിലും ജീവിതകാലത്തിൽ 1093 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് 20ാം നൂറ്റാണ്ടിലെ ഗതി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു. 2 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ 3 വർഷത്തെ പോളിടെക്നീഷ്യൻ കോഴ്സ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 സോഫ്റ്റ്വെയർ വിപ്ലവം സൃഷ്ടിച്ച മൈക്രോസോഫ്റ്റ് കണ്ടെത്തിയ ബിൽ ഗേറ്റ്സ് ഇന്ന് $1,00,000 കോടി അധികം ആസ്തിയുള്ള വ്യക്തിയാണ്. 4 ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 വർഷത്തെ പോളിടെക്നീഷ്യൻ കോഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. 5 21ാം നൂറ്റാണ്ടിലെ ഗതി മാറ്റിമറിച്ചിയ ഐപാഡ്, ഐഫോൺ, മാക്ബുക്ക്, ഐട്യൂൺ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സ് പോളിടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാകാതെ നിർത്തിപ്പോയ ഒരു വ്യക്തിയായിരുന്നു. 6 നമ്മൾ ബഹുമാനിക്കുന്ന മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി തുടങ്ങിയ മെട്രോകൾ നിർമ്മിക്കുകയും പാമ്പൻ പാലത്തിന്റെ ചീഫ് എഞ്ചിനീയറിംഗ് നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. 7 നാം അഭിമാനം കൊള്ളുന്ന ഇടുക്കി ഡാമിന്റെ ചീഫ് എഞ്ചിനീയറിംഗ് നടത്തിയ വ്യക്തി ശ്രീ ബാബു പോൾ ആയിരുന്നു. 8 2018 മദ്രാസിൽ വൻ വരൾച്ച വന്നപ്പോൾ 100 കിലോമീറ്റർ അകലെ നിന്ന് ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തി നീരാവിയെ 24 മണിക്കൂർ കൊണ്ട് 12 ലിറ്റർ വെള്ളമാക്കി മാറ്റുന്ന ഒരു കിയോസ്ക് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ കിയോസ്കിനെ മദ്രാസിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും സ്ഥാപിച്ചു. ഇന്ന് അദ്ദേഹം 1000 കോടിയിലേറെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. 9 ജർമ്മനിയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിരോധിച്ചപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം ബയോഡിഗ്രേഡബിൾ പാത്രങ്ങൾ ആവശ്യമായിരുന്നു. ഇത് കേട്ട തൃശ്ശൂരിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയുമോ? ജില്ലകൾ തോറും നടന്ന് ഉപയോഗശൂന്യമായ കൗങ്ങൻ പാളകൾ ശേഖരിച്ച് അതിനെ പാത്രങ്ങളാക്കി മാറ്റി ജർമ്മനിയിലേക്ക് കയറ്റി അയച്ചു. ഇന്ന് അദ്ദേഹം 15 കോടിയിലേറെ ആസ്തിയുള്ള വ്യക്തിയാണ്. 10 കടൽ തൊടാതെ ഇങ്ങേക്കരയിൽ നിന്ന് അങ്ങേക്കരയിലേക്ക് പറന്നുയരുന്ന വിമാനത്തെ കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് 10ാം ക്ലാസ് ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പഠിച്ചവർക്ക് മാത്രമല്ല പഠിക്കാത്തവർക്കും ലോകത്ത് പണക്കാരനും പ്രശസ്തനും ആകാൻ കഴിയും.